ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു പിക്നിക്കിന് പോവല്ലേ. ഇന്ന് നമ്മള് പ്രത്യേകിച്ച് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ പോയി ആഹാരം വെച്ച് നമ്മൾ കഴിക്കണം. താമസിക്കാതെ വരത്തില്ല, നമ്മളവിടെ കിടക്കും. അതെ, നമ്മള് ക്യാമ്പിങ്ങിനുള്ള സെറ്റപ്പാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മൾ ടെന്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറ്, കിക്കറ്, തുണി, മണി എല്ലാ സാധനവും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിരുന്നു കുക്ക് ചെയ്ത് കയ്യിലുണ്ട്. കയ്യിലുണ്ടോ? എവിടെ? അറിയാവുന്ന സ്ഥലം. എനിക്ക് ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ അവിടെ ഈ ട്രിപ്പ് ഫ്ലോപ്പ് ആയാലും അച്ഛൻ്റെ പെടലിക്ക. ഒന്ന് രണ്ട് സ്ഥലം അവിടെ എവിടെയാണ് കൊള്ളാവുന്ന വെച്ചാൽ അവിടെ ഇറങ്ങുക, അത്രേ ഉള്ളൂ. അതെ, നമ്മള് എന്തിനാ വെക്കുന്ന ഇന്ന് മട്ടൻ ബിരിയാണി വെക്കും. കിഡിൽ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് നമ്മള് ക്യാമ്പൊക്കെ സെറ്റ് ചെയ്ത് മട്ടൻ ബിരിയാണി വെക്കുന്നതാണ് സുഹൃത്തുക്കളെ. അമ്മയുടെ അച്ഛന്റെ ഒരാളല്ല കുക്ക് ചെയ്യുന്നത്, നമ്മള് എല്ലാരും കുക്ക് ചെയ്യുന്നതാണ്. മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് സുഹൃത്തുക്കളെ. നമ്മളിന്ന് അരി മേടിക്കാൻ മറക്കില്ല, കടയിൽ നിന്ന് അരി മേടിച്ചില്ലേ? പോണ വഴിക്ക് ഇനി അരിയും കാര്യങ്ങളെല്ലാം മേടിക്കണം കേട്ടോ. അത് നമ്മൾ എങ്ങോട്ടാ പോണ? നമ്മള് മടത്തറ കുളത്തൂപ്പുഴ ഈ റൂട്ടാണ്. ആ റൂട്ട് അവിടെ ഹിൽ ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് ഹില്ലിന്റെ മണ്ടയിൽ റിവർ വേണം, അങ്ങനത്തെ സ്ഥലമുണ്ടോ? നമുക്ക് എണ്ണപ്പന ഇറങ്ങാം. ഹില്ലിന്റെ മണ്ടയിൽ എങ്ങനെ റിവർ വരുന്നേ? അച്ഛ, ഇത് ഒരുമാതിരി ഉള്ള സ്ഥലം തന്നെ ഉള്ളത് തന്നെ. ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനെ ഈവനിങ് ആവും, വൈകുന്നേരം. വെയിലിന്റെ പ്രശ്നം ഇല്ല, വെയിലില്ലാത്ത സ്ഥലമാണ്. ഇല്ല, കാട് ഇതല്ലേ എണ്ണപ്പന തോട്ടം, കാടുകളുമാണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്നിട്ട് അച്ഛൻ പണ്ട് അവിടെ JC ഓടാനൊക്കെ പോയിട്ടുള്ളത്. നമ്മളിപ്പോ പോണത് കുളത്തൂപ്പുഴ റോഡല്ലേ? അല്ല, മടത്തറ കുളത്തൂപ്പുഴ റോഡ്. ഇത് രണ്ട് റോഡുണ്ട്. ഒന്ന് നമ്മൾ അഞ്ചൽ വഴി പിന്നെ കുളത്തൂപ്പുഴ പോവാ, ഇത് മടത്തറ വഴി കുളത്തൂപ്പുഴ പോവാ. അങ്ങനെ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മള് കുക്കർ, കിക്കർ സാധനം, പിന്നെ എന്തിനെ കൊണ്ടമ്മ എടുക്കുന്ന ഇടിക്കാനുള്ള ഇടിക്കല്ല്, അടിക്കല്ല്, പിന്നെന്തിന് മട്ടൻ. അതാണ് കേട്ടോ, ഇത് മട്ടനാ കേട്ടോ. മട്ടനൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി സാധനം ഉണ്ടല്ലോ. ഇനി അകത്ത് മട്ടൻ കാലാണ് കേട്ടാ. പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ, മട്ടൻ വെട്ടമുള്ള തടി വരെ അമ്മ എടുത്തിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ തടിയില്ലേ? ചിലപ്പോ കിട്ടിയില്ലെങ്കിൽ ഫോറസ്റ്റ് മൊത്തം കാടാണെന്ന് കേട്ടിട്ടില്ലേ അമ്മ? കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ അവരുടെ തടിയിൽ വെട്ടാൻ പറ്റൂലെന്ന് പറഞ്ഞാ ഇല്ല, അങ്ങനൊന്നുമില്ല. അവിടെ പേട്ട് തടിയൊക്കെ കാണും. പിന്നെ എന്താ ഇത് ചോറ്റുപാത്രോ പായസം വല്ല? ചിലപ്പോ അവിടെ ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ വെട്ടുകത്തി, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, അത് പിന്നെ തുണി. നമ്മള് പിന്നെ അരുവിയൊക്കെ കാണുവാണെങ്കിൽ കുളിക്കാൻ വേണ്ടിട്ട് തോർത്ത് സാധനങ്ങള്. ഇതെന്തരാ അമ്മ? ന്യൂസ് പേപ്പറോ? അത് പേപ്പർ, ഗ്യാസ്, പത്രം വായിക്കാൻ അവിടെ പോയിട്ട് പേപ്പർ ഇട്ടിരിക്കണമെങ്കിൽ, കിടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ പായെടുത്തപ്പോരെ? പായുണ്ട്. വേണ്ട, മുതുക്കൊരു ക്യാന് സംഭവങ്ങളെല്ലാം വെച്ചെടുത്തോണ്ട് വന്നു. നമ്മള് താറിലാ പോന്നെ. നമ്മള് താറിലാണ് കേസ് പോണ കേട്ടോ. പറക്കി വെച്ചോ, സാധനമൊക്കെ എടുത്ത് വെക്കൂ. പെട്ടതവിടെ ഈ കവറും കൂടും കെട്ടി വെക്കുന്നു. നമുക്ക് സാധനങ്ങളെല്ലാം പറക്കി അകത്തോട്ട് വെക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും എടുക്കാണ്ടോ? ആ വിളക്കൊക്കെ എടു. പായും മറ്റേ ഇത് ടെന്റും ആണ് കേട്ടോ ഇത്. ഓക്കെ ഗൈസ്, സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് പറക്കി കയറ്റിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോവാ, ഇനി ഇറങ്ങാം. സമയം കളയണ്ട. എനിക്ക് 1 മണിയാവുമ്പോഴത്തേന് എനിക്ക് ബിരിയാണി തിന്നണം. എനിക്ക് പക്ഷെ 1 മണിയാകുമ്പോ എവിടെയെങ്കിലും നിർത്തിയിട്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത്. അച്ഛൻ എന്തിനാ ഇത് കയ്യിലേ കൊടുത്തേക്കുന്ന? ഞാൻ നിക്കറാട്ടോ, നിക്കർ, കുട്ടി നിക്കറും ടീഷർട്ട്. അതെ, അമ്മ കല്യാണത്തിന് പോകണം. അതുകൊണ്ട് അമ്മ കല്യാണത്തിന് പോണ ഡ്രസ്സാ. മിനിക്കും ഹാപ്പിയാ നമ്മൾ മൂത്തമ്മയുടെ വീട്ടിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് അവനെ കൊണ്ട് പുറത്തു പോയാലും അവന് ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ മാ? ഇങ്ങനെ ഇടന്ന് കിതയ്ക്കും ഭയങ്കരമായിട്ട്. ഭയങ്കര ആയിപ്പോ അവന് ചൂട് കൂടുമ്പോ അവന് പറ്റത്തില്ല ഒരുപാട്. ഫുള്ള് സാധനം കേട്ടോ ഇതിനകത്ത്. അമ്മക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഫ്രണ്ട് ഇരിക്കുന്ന വേണ്ട വേണ്ട, ഞാൻ ഇവിടെ അവിടെ ഇരിക്കുവോ? അപ്പൊ പോവാ, ലെറ്റ്സ് ഗോ. ഓട് വഴി കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ആ കുക്കറൊക്കെ ഇരുന്ന പിസിലടിക്കുന്ന വണ്ടിയൊക്കെ ഒരു കട്ടറാകുമ്പോ കുടോന്ന സൗണ്ട്. കൊള്ളാല്ലേ അമ്മ ഇങ്ങനെ പോവാൻ? കൊള്ളാം. നമ്മള് സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്ന വഴിക്ക് അതുവഴി റോഡ് ക്ലോസ് ആയിരുന്നു, ഇല്ലേച്ചാ മെയിനായിട്ട് പോണ ആ വഴി ക്ലോസ് ആയിരുന്നു. ഇപ്പം വേറെ ഏതൊരു ഊട് വഴി കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. വേണ്ടമ്മ ഒരു ഫുള്ള് ആട് പിടിച്ച് വണ്ടിക്കകത്തോട്ട് കയറ്റമ്മ. ഇന്ന് ഫുള്ളൊരു ആട് മന്തി നമുക്ക് ഉണ്ടാക്കാം. എണ്ണപ്പനം തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്.
അതാണ് എണ്ണപ്പന. ആ ഇത് തന്നെ, ആ ഈ നട്ടത്തേക്ക് എണ്ണ പനയൊന്നും ഇല്ലല്ലേ? പനയുണ്ട്, കായില്ല, എണ്ണ കായില്ല. കായുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു എണ്ണപ്പന തോട്ടത്തിലാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുന്നത്. എണ്ണപ്പന മാത്രമല്ല കേട്ടോ, കുറെ മറ്റേ പറങ്ങാണ്ടിയും ആ സംഭവമൊക്കെ ഉണ്ട്. ഈ സൈഡ് ഫുള്ള് പറങ്ങാണ്ടിയും ഈ സൈഡ് ഫുള്ള് എണ്ണപ്പന കേട്ടോ. ഈ എണ്ണപ്പന ഈ സംഭവം ഒരുപാട് വളർന്നിട്ടില്ല, ഒത്തിരി ഒന്നും വളർന്നിട്ടില്ല. ഇതിൽ തൈയായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളതൊന്നുമല്ല. ഇത് കറക്റ്റ് നമ്മളൊരു തമിഴ്നാടൊക്കെ വന്നൊരു ഫീല് തോന്നുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. അമ്മേ, ഓ നല്ല വെയിലാട്ടോ. വെയിലെന്ന് വെച്ചാലും പോരാ. പക്ഷെ സ്ഥലം എങ്ങനെ ഉണ്ടോ? സ്ഥലം അടിപൊളിയാട്ടോ. സ്ഥലം ഇത് നോക്ക്, അടിപൊളി. ഇത് എന്തൊരു പുല്ലമ്മ? ഇത് എന്തൊരു പുല്ലാ? ഇത് മറ്റേ ഇല്ല പൂവുള്ള പുല്ലാണ്. പൂവുള്ള പുല്ല് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറത്തി വിടുന്ന ആ സൈസ് പുല്ലാട്ടോ. നല്ല രസമുണ്ട് ഗൈസ് കാണാനായിട്ട്. പക്ഷെ ഓ കൊട്ട വെയിലല്ലേ, കൊട്ട വെയിലത്ത് മട്ടൻ ബിരിയാണി വെക്കാനായിട്ട് വന്നേക്കുക. ഏതാ പ്രാന്തെന്ന് ആലോചിക്കണം. പക്ഷെ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ ഇവിടെ വെക്കാൻ നല്ലതാ. അമ്മ എന്റെ ഇടയിലോട്ട് പോയി അമ്മ, അതില് കായ ഉണ്ടോ നോക്കിയാ? അതാ ഞാൻ നോക്കാൻ പോ. ഇതില്ല. അച്ഛൻ വരുന്ന പാട്ടും പാടി പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ. നട്ട ഉച്ചക്ക് വട്ടായി വയറുവശൊന്നും. ഈ സ്ഥലം ഫുള്ള് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ കിടക്കും കേട്ടോ. നല്ല വെയിലുണ്ട്. അത് മാത്രമല്ല ഈ പോച്ചയെല്ലാം കരിഞ്ഞ് കിടക്കുക. തീ വീണ ഇത് ഫുള്ള് കത്തും. അതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഇറങ്ങി കേട്ടോ. നമുക്കിനി നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കാം ഗൈസ്. കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ പോയി കുക്ക് ചെയ്യാം കേട്ടോ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ എണ്ണപ്പനത്തോട്ടത്തിൽ വന്നിട്ടുണ്ട്. അത് വേറെ ഏതോ വഴി കൂടെ, എനിക്ക് വഴി ഞാൻ മറന്നുപോയി. പക്ഷെ അവിടെ നിന്ന് തോടും സംഭവം ഉണ്ടായിരുന്നു അമ്മ. അവിടെ കുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റുമായിരുന്നു, കാരണം വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വേറെ ഏതോ ഒരു വഴി കൂടെയാണ് കയറിയത്. ഇത് കുറേ ഏക്കർ കണക്കിനാണ് ഗൈസ് ഈ എണ്ണപ്പനത്തോട്ടം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വഴി കൂടെ എങ്ങനെയൊക്കെ പോകുന്നതെന്ന് ഒരു പിടുത്തം കിട്ടത്തില്ല ഗൈസ്. നമുക്കൊരു കാ പറിച്ച് തിന്നു നോക്കാം. അമ്മ എണ്ണപ്പനക്കാ തിന്നിട്ടുണ്ടോ? പിന്നെ പച്ചക്ക് തിന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇത് പഴുത്തിരിക്കും കേട്ടോ. ഇത് എടുക്കാൻ ഭയങ്കര പാടാ. നമ്മൾ ഈ കാണുന്ന കണക്കൊന്നുമല്ല. എടുക്കാൻ പറ്റത്തില്ലേ? മുള്ളു. ഓ ഇതിങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കും. വരണില്ല ഇത്. അമ്മ ഇത് വെച്ചില്ലേ എണ്ണ ഉണ്ടാക്കുന്ന? നല്ലെണ്ണ ഉണ്ടാക്കുന്ന? പാമോയിലോ? കടിക്കച്ച ഇവിടെ കടി ചോറിനെ പറിച്ചേട്ടാ നോക്കാം. ഇഷ്ടപ്പെട്ടില്ലേ? ടേസ്റ്റ് ഒന്നുമില്ല. ടേസ്റ്റ് ഇല്ല. എനിക്കെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതോ ഒരുമാതിരി ചൊറിയുന്നമ്മ. നമ്മളിത് പണ്ട് ചുട്ട് തിന്നുമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് പോവാ. എവിടെയാ? ആ റോഡിനകത്ത് വരണം. ഗൈസ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ പോകേണ്ടത്. പക്ഷെ ഇത് ഏതുവഴിയാ പോകുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അതുവഴി വഴിയുണ്ടല്ലേ സംഭവം. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വഴി ഫുള്ള് കൺഫ്യൂഷൻ ആണ് കേട്ടോ. കാരണം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടേക്ക് വഴിയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. 4 മൂലയ്ക്കും വഴിയാണ്. നമ്മളിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. ഇവിടെ അങ്ങ് ആരെയും കാണുന്നുമില്ല. പോവല്ലേ അച്ഛൻ നടന്നൊക്കെ വരട്ടെ പതുക്കെ. അവിടെ നിൽക്കും നമുക്ക് അവരെ കൊണ്ട്. വിളിച്ചല്ലേ വരൂ. നമ്മൾ വിചാരിച്ചു ഇനി വരുന്നില്ലെന്ന് അവിടെ നിൽക്കുവന്ന്. അന്താരാഷ്ട്ര ഷോട്ട് എടുപ്പ് അച്ഛൻ. എനിക്ക് തോന്നുന്നു ആ മലയുടെയൊക്കെ മണ്ടേന്നൊക്കെ ഇറങ്ങി വരുന്ന വെള്ളമെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ ചെറിയൊരു ചാല് പോലെ വെള്ളം കിടപ്പുണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കൊന്ന് നമുക്കിനി അങ്ങോട്ട് പോയാലും വെള്ളം കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കാണുന്ന മലയുടെ മണ്ടേന്ന് കേട്ടോ ഞങ്ങൾ ഇറങ്ങി. ആ മലയുടെ സൈഡിൽ കൂടെ അങ്ങ് പോയിട്ടാണ് നമ്മൾ ഇനി വന്നത്. ഇതുവഴിയൊക്കെയാണ് ഞങ്ങൾ വന്നത്. ഇനി സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുക്കിംഗ് തുടങ്ങും കേട്ടോ. സമയം ഏതാണ്ട് 2-2:30 ആയി. വിശക്കുന്നുണ്ടോ? വിശക്കുന്നു, നല്ല വിശപ്പ്. എങ്ങനെയുണ്ട്? ഓഫ് റോഡ് ഒക്കെ ഉണ്ട്. അയ്യോ ഹനുമാൻ ഗീറിടാം ഗൈസ്. ഓക്കെ, ഒത്തിരി നാളായി 4 ഇട്ടിട്ട് വണ്ടിയിൽ.
ഇനി നമ്മളൊന്നും ചെയ്യണ്ട, ഇനി വണ്ടി ചെയ്തോളൂ അല്ല. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫൈനലി ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു കേട്ടോ. ഇവിടെ അത്യാവശ്യം വലിയ എണ്ണപ്പന ഇല്ലേമ്മ? അമ്മ വേണ്ട എണ്ണപ്പനയുടെ മടലൊക്കെ എടുത്തോണ്ട് പോകും. എന്തിനാ വേവിക്കാനാണോ? നമുക്ക് എവിടെ പോയാലും തീരെ മടലും വിറവും കിട്ടിയത്. നമ്മൾ നേരത്തെ വന്നിടത്തെല്ലാം ചെറിയ എണ്ണപ്പനയായിരുന്നു, ഇവിടുത്തെ എല്ലാം മുതുക എണ്ണപ്പന കേട്ടോ. ഇവിടെ എണ്ണപ്പന പൊഴിഞ്ഞു കിടക്കുന്നുണ്ടേ, കണ്ട സാധനം. എന്നാ തിന്നോ. ഇതെന്താ തിന്നാണ്? അല്ലല്ല, ഇത് എണ്ണപ്പനക്ക് ഇവിടെ മൊത്തം പൊഴിഞ്ഞു കിടക്കും. പൊഴിഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് പറക്കൊണ്ട് പോവാം. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ചുട്ടിന പാചകം ആരംഭിക്കാൻ അടിപൊളി സ്ഥലമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ വരാത്തോണ്ടായിരിക്കും. ഇവിടെ ആരുമില്ല, ഒഴിഞ്ഞ സ്ഥലമാണ്, കുക്ക് ചെയ്യാൻ നല്ല വൈബായിരിക്കും കേട്ടോ. പെട്ടെന്ന് ഒരു തമിഴ്നാട്ടിൽ വന്നൊരു ഫീൽ ശരിക്കും എനിക്ക് അതാ തോന്നുന്നത് കേട്ടോ. ഈ പനിയുടെ മൂട്ടി സെറ്റ് ചെയ്യാം. ഇവിടെ നല്ല കാറ്റൊക്കെ, ആരും ഇല്ല ഇവിടെ, ഒറ്റ മനുഷ്യനില്ല കേട്ടോ. ദൈവമേ ഗൈസ്, ഇത് എത്രാണ്ട് ഏക്കറിന്റെ നടുക്കാട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇല്ല, റേഞ്ചും ഇല്ല കേട്ടോ. റേഞ്ച് ഇല്ല, ആരും വിളിച്ചാൽ പോലും അറിയത്തില്ല. എന്തായാലും വെള്ളം കാര്യമായിട്ട് തന്നെ അച്ചക്കൂട്ടുന്നു. രാവിലെ ഒരു കന്നാസം എടുത്തിട്ടുണ്ടോ വെള്ളത്തിന് ക്ഷാമം. എന്തായാലും കാര്യമായിട്ട്, കാരണം ഇവിടെ എങ്ങും വെള്ളമില്ല. നമ്മൾ വെള്ളം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ പെടും. മട്ടനൊക്കെ ഇരുന്ന് ഉണങ്ങി കേട്ടോ. ഐസ് വിട്ടില്ലടാ വീട്ടിലേ. ഇന്ന് ഞാൻ ബിരിയാണി അടിക്കും, മട്ടൻ ബിരിയാണി. കുറച്ച് ഈന്തപ്പനക്കായും കൂടി ഇട്ടാലോ നമുക്ക്. ഈ കായ എടുത്തേ ചട്ടിയിലിട്ടാ അത് എണ്ണയാവോ? അതറിയത്തില്ല. ആവുമായിരിക്കും. ആട്ടിയൊക്കെ എടുക്കുന്നത്, എൻ്റെ കുരുവൊക്കെ എടുത്ത് ആട്ടിയൊക്കെ ഞാൻ ഒരു ആട്ടാടാ മതിയോ? ഗൈസ്, നമുക്ക് ഫസ്റ്റ് ടെന്റ് സെറ്റ് കേട്ടോ. അപ്പോഴത്തേനും അമ്മ സവാളയൊക്കെ ആയിരിക്കും കേട്ടോ. അവിടെ നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാം. നമുക്ക് ടെന്റ് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. കാരണം അങ്ങോട്ട് മൊത്തം ഒരുമാതിരി കച്ചവടമായിട്ട് കിടക്കുന്നു. ഒരു മമ്മട്ടിയുടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഇപ്പൊ ഓർക്കുന്നത് നമുക്ക് ഈ ഭാഗത്തൊന്ന് വൃത്തിയാക്കി എടുക്കാം ഗൈസ്. ഞാൻ സഹായിക്കണോ? വേണേ സഹായിക്കാം, ഞാൻ സഹായിച്ചു തരാന്നേ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. അച്ഛനത് എറിയുക. എങ്ങനെയുണ്ട്? ഇനി സിബ്ബൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വേണേൽ നമുക്ക് അടച്ചൊക്കെ ഇടാം. അടക്കട്ടെ, അതിന് തിരിങ്ങിട്ട് പുഴുങ്ങി എടുക്കാം. കയറി നോക്കാം കേട്ടോ. കൊള്ളാല്ലേ? അയ്യോ ഗൈസ്, സെറ്റ് ഗൈസ്, സൂപ്പർ. അമ്മ വരുതാ, വാ 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 കയറി വാ. ബിരിയാണി വെക്കണ്ടേ? ബിരിയാണി വെക്കണം. വെച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാം നമുക്ക്. അയ്യോ ഗൈസ്, സൂപ്പർ ഗൈസ്. ഞങ്ങൾ എവിടുന്ന് എവിടം വരെ വന്ന് പനയുടെ നടുക്ക് കിടക്കുവാ ടെന്റ് മേടിച്ചിട്ട്. ആദ്യമായിട്ടുള്ള ഒരു സംഭവം. പക്ഷെ ഒരു തലയണിയോടെ എടുത്തോണ്ട് വരാനുള്ളായിരുന്നു. ഇപ്പോഴാട്ടോ ആലോചിച്ചത്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ടൈമില്ല, വിശക്കുന്നു കേട്ടോ. വൈബുണ്ട് ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ശരിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ പിന്നെ മിക്സി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കെല്ലാം ഇടിച്ച് റെഡിയാക്കാം കേട്ടോ. മംഗളകരമായി ഇഞ്ചിയിൽ ആരംഭിക്കും. ഇഞ്ചിയൊക്കെ ഇടിച്ച് എന്ത് വെച്ചാ ഇഞ്ചിയുണ്ട്. ഇഞ്ചിയൊക്കെ ഇടിക്കല്ല് ഇട്ട് ഇടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ വെട്ടാ സുഹൃത്തുക്കളെ. ഇത് മട്ടൻ്റെ കൈയാണോ കാലാണോ? കാലിൻ്റെ പീസാ ടേസ്റ്റ്. വെട്ടിക്കോ. മട്ടൻ വെട്ടാം കൈസ്, മട്ടൻ വെട്ടാം. മുളകിടിക്കുക കേട്ടോ ഗൈസ്. നല്ല വിശപ്പ് ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇത്രയും വിശന്ന് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടല്ലോ, ആ മട്ടൻ ബിരിയാണി അങ്ങോട്ട് വെച്ച് കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്. പണ്ട് ഇതുപോലെ ആട്ടുകല്ലിലൊക്കെ ആട്ടിയിട്ടല്ലായിരുന്നു എടുക്കുന്നത് അല്ലേ? പണ്ട് നമ്മുടെ വീട്ടിൽ ഉരലില്ലായിരുന്നോ? അരകല്ലുണ്ടായിരുന്നു, ആട്ടുകല്ലുണ്ടായിരുന്നു. ഇപ്പൊ അരകല്ലും കാണാനില്ല, ആട്ടുകല്ലും കാണാനില്ല. പെട്ടെന്ന് ആക്ക് കേട്ടോ, വിശക്കുന്നു. വേണ്ട, ഇങ്ങനെ ഇവിടെ കുത്തിയിരിക്കും കേട്ടോ. ഭയങ്കര കാറ്റാട്ടോ, കൊട്ട അണ്ണാക്കി വെയിൽ അടിക്കുന്നുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ നേരം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. സത്യത്തിൽ ഈ സാധനം ഭയങ്കര യൂസ് ആയല്ലേ. ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗുണം ഭയങ്കര വലുതാണ്. പിടിക്കൂ. 2 സിലിണ്ടർ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. ഓക്കെ, വെച്ചോ. ഓക്കെ, കൊള്ളാല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ മട്ടൻ എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി. മട്ടൻ നല്ല ഇത് നെയ്യുണ്ടല്ലേ? എനിക്കൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നല്ല നെയ്യുള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓവർ ആവും കേട്ടോ. എന്നാൽ കുക്കർ കയറി കുക്ക്.
എന്നാ ഒഴി വെളിച്ചെണ്ണ ഒഴിയോ, വിയർക്കുന്നില്ലേ, ഇപ്പൊ കാറ്റും അടിക്കുന്നില്ലേ. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മതി. എന്തൊക്കെയായിരുന്നു അത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉള്ളി, സവാള, തക്കാളി രണ്ടും ഒരുമിച്ചിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പെട്ടെന്നാവട്ടെ കേട്ടോ. സവാള, തക്കാളി, ചാപ്പിളൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. നല്ല വിശപ്പ് ഗൈസ്, ഒന്നും കഴിച്ചില്ലല്ലോ. ഇത് മൊത്തം ആപ്പിൾ തോട്ടമായിരുന്നു, സൂപ്പറായിരുന്നു അല്ലേ. ഈ പനയോല വെട്ടി ആനയ്ക്ക് കൊടുക്കൂലേ? പനയോല കൊടുക്കും. പോയാ പനയോല ആനയ്ക്ക് കൊടുക്കണേ. പരളുപ്പ്, കല്ലുപ്പാട്ടോ, പൊടിയപ്പ് കൊണ്ടുവന്നില്ല. മഞ്ഞപ്പൊടി, പച്ചമുളക്. ഇനി എന്താ ഇടാവുള്ള? എല്ലാം പറക്കിയിട്. ഇഞ്ചി വെളുത്തുള്ളി. ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കാം. അമ്മ മൊത്തം വീർത്ത് കുളിച്ച്. ലേശം മസാലപ്പൊടി കേട്ടോ. ഇത് ഗ്യാസ് എങ്ങനെ തീർന്നോ? നമ്മളെ മട്ട എങ്ങനെ വേവിക്കും? ആ നാക്കെടുത്തൊന്നും വളയ്ക്കാതെ, ആ തീരത്തില്ല അങ്ങനൊന്നും. എൻ്റെ പൊന്നോ, ഒരു സിലിണ്ടർ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ വണ്ടി ഞാൻ ഡീസൽ എടുത്തായാലും കത്തിക്കും. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ച് ഒരു എത്ര പിസിലടിക്കണം അമ്മ? ഒരു 5-6 കേക്കട്ട്. ഇത്രേ ഉള്ളല്ലേ? മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടി അതിന് പകരം ഉള്ളി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. വെള്ളം കൂടെ ഒഴിക്കാം. ഒഴിച്ചോ. എടാ കുക്കറെ, നീ എന്നും നമ്മളെ അടുക്കള ഇരുന്നല്ലേ വിസിലടിച്ചിട്ടുള്ളത്. നീ കാട്ടിൻ്റെ ഇടയിൽ ഇരുന്ന് അടിക്കുക പിസില്. നമ്മുടെ ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. കാരണം ഗ്യാസ് മറ്റേ ചെറിയ ഗ്യാസ് അല്ല, അതിനകത്ത് ഒരുപാട് തീ വരത്തില്ല. ഒരു പിസിലേ അടിച്ചുള്ളൂ ഇത്ര നേരമായിട്ട്. ഇനി അടിക്കണം 5 പിസിൽ. 2 ഞാനും 2 അച്ഛനും കൂടെ അടിച്ചാൽ മതിയാ. ശരിയാവും. ഒരു പിസിലടിച്ചാ അതി വെന്ത് കാണും. ഞാൻ അടിക്കാം പിസിൽ, ഞാൻ കാണിച്ചു തരാം. ആ 2ാം പിസിലടിക്കുക. 2ാം പിസിൽ ഇപ്പടിക്കും. സമാധാനത്തിന്റെ പിസിൽ. ഇനി വെറും 3 പിസിലൂടെ മതി വേവാനായിട്ട്. ഈ താത്ത് വെച്ച് അടുത്തേനും കൂടെ അടിക്കൂലേ വന്നിട്ട്. ഈ കുക്കറിൽ ഒരുപാട് കളിച്ചുകൂടാ, ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു വട്ടം പൊട്ടിത്തെറിച്ച് ഓർമ്മയുണ്ടോ? അമ്മ പരിപ്പുണ്ടാക്കിയതാ. വട്ടം കറങ്ങി മറ്റേ ഇല്ല പച്ചമുളകിന്റെ വീട്ടിൽ പരിപ്പുറ ഉണ്ടാക്കി മറ്റേ ഉത്തരത്തിലൊക്കെ പോയിരുന്നത് അടിച്ച്. അമ്മ എന്ത് ചെയ്ത ഈ പിസിൽ വന്നപ്പോ തിരിച്ചടിച്ചു വെച്ചല്ലേ പെട്ടെന്ന് വേവാൻ വേണ്ടിട്ട്. പിസിലിന്റെ മണ്ടേന്ന് തവി എടുത്തു വെച്ച് ഈ പിസിൽ ഇതിന്റെ മണ്ടയില് ഈ തവി എടുത്തങ്ങ് വെച്ച് ഇങ്ങനെ, അതായത് ഈ പൊങ്ങുന്നതിന്റെ സാധനത്തെ അടി വെച്ചോണ്ടിരുന്നത് പൊട്ടിത്തെറിച്ച് ഇതങ്ങ് പൊങ്ങി. ഭയങ്കര ഡേഞ്ചറാണ് കുക്കർ. റൈസ് കേട്ടോ. ഗൈസ്, അപ്പോൾ മട്ടനൊക്കെ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരി ഇടാം അല്ലേ. കുറച്ച് നെയ്യോടെ ഒഴിക്കാം. മല്ലിയില, പുതിനയില ഇട്ട് പിസിലടിച്ച് തോണ്ടേ. ഇപ്പോൾ 2ാമത്തെ പിസിലാട്ടോ അടിക്കുന്നത്. ഇനി ഒരു 2 പിസിലൂടെ കഴിയുമ്പോഴത്തേന് മതി, വേവും. നമുക്ക് എടുത്ത് വെച്ച് കഴിക്കാം കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് 4:30 ആയിട്ടുണ്ട്. പക്ഷേ പണ്ടാരം ഇറങ്ങി തേങ്ങി. ഓക്കെ, ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മ തുറക്കമ്മ. ഇനി ഇരിക്കുന്ന ഏറ് വിശക്കുന്നുണ്ടോ അച്ഛാ? അച്ഛന് വിശപ്പൊന്നുമില്ല, അച്ഛന് വേണ്ട. അച്ഛൻ ഇവിടുന്നാണ്ട് പോയി വട്ടയിലേക്ക് പറിച്ചോണ്ട് വന്നത് കേട്ടോ. പക്ഷെ വട്ടയിലെ തിന്നുന്നതായിരിക്കും ചിലപ്പോൾ പാടായിരിക്കും. നമുക്ക് അല്ലെങ്കിൽ ബേസിൽ കഴിക്കാം. ഓക്കെ, സെറ്റാണ്. മണം വരുന്നത് സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ. തട്ടിക്കോ അതെ തട്ടാ. നമുക്ക് ബേസിനകത്തോട്ട് തട്ടാട്ടോ. പീസൊക്കെ വീഴുന്നുണ്ടോ? കോളി കഴിക്കച്ചാ. ടേസ്റ്റ് ചൂടുണ്ടാ? എന്താ മട്ടൻ എങ്ങനെ? അടിപൊളി. സൂപ്പറായിട്ടല്ലേ അമ്മ കഴിക്കുമ്പോ ഗൈസ്, മട്ട അടിപൊളിയായിട്ട് കുക്കായിട്ടാണ് കേട്ടോ. നോക്കിയാ മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. വിഷന്നൂടെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ്. എനിക്ക് മുളക് പൊടി ഇടാണ്ട് വെക്കുന്നതാണ് ടേസ്റ്റ്.
മുളക് തിന്നല്ല. നമ്മൾ ശകലം പോലും മുളക് പൊടി ഇട്ടില്ല കേട്ടോ, ജസ്റ്റ് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചൂടാട്ടോ, സൂപ്പർ ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയില്ല. അമ്മ അടിപൊളി സെറ്റ്. വീട്ടിൽ വെച്ച് വെച്ചാൽ പോലും ഇത്ര ടേസ്റ്റ് കിട്ടുമല്ലോ. ഇത്ര ടേസ്റ്റ് കിട്ടത്തില്ല വീട്ടിൽ വെച്ച് വെച്ചാൽ പോലും. അമ്മാതിരി ടേസ്റ്റ് ശരിക്കും. ആട്ടിൻ്റെ കാലാട്ടോ. ഞാൻ കഴിക്കട്ടെ? അമ്മോ ചൂട് ചൂട് ഗൈസ്. ചൂട്. ഓ അണ്ണാക്ക് വെളിപ്പോയി പുല്ല. കഴിച്ചിട്ട് വരാം ഗൈസ്, കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് നമുക്ക് ടെൻറ്റിനകത്ത് കുറച്ചേരം കയറി കിടക്കാം. ഓഹോ ടെന്റ് പൊളിക്കോ? എനിക്ക് സ്ഥലമുണ്ടാ 3 പേർക്ക് ഇരിക്കാൻ? ഓക്കെ ബൈ. നമ്മൾ ഉറങ്ങാൻ പോവാ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ മൂടിയൊക്കെ തുറന്നിട്ടിട്ട് കിടക്കുക കേട്ടോ. ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂട്, നമുക്ക് കിടക്കാനായിട്ട് പറ്റത്തില്ല. ദൈവം എൻ്റെ തലയുടെ മണ്ടയ്ക്ക് എന്തോ നോക്കിയ ഗൈസ്, വന. അമ്മ ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചു. നല്ല തട്ടിപ്പൊളി മട്ടൻ ബിരിയാണി അമ്മ വെച്ച് തന്നു കേട്ടോ. താങ്ക് യു മമ്മേ. താങ്ക് യു. അതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ച അച്ഛനും ഒരു ഉമ്മ. അത്രേ ഉള്ളൂ. ഈ സ്പോട്ട് ആരാ കാണിച്ചത്? അത് അച്ഛൻ, സ്പോട്ട് കാണിച്ചു തന്നതിന് അച്ഛനും ഒരു ഉമ്മ. ഓക്കെ ഗൈസ്, ഇവിടെ കിടക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അച്ഛ ആ മടൽ ഒന്ന് വീണ എന്തിരി വെച്ചാൽ പനയുടെ മടൽ അങ്ങനെ ഊരി പോണ സൈസല്ല, പനയുടെ മടല് കട്ടിയാണ്. ഈ പനയുടെ എല്ലാം പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന, എനിക്ക് വന്നപ്പോൾ തൊട്ടുള്ള ഡൗട്ടാണ് കേട്ടോ. ഈ ഇലയാണോ ആനയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഇല്ല പനയല്ലേ, ഒലട്ടി എന്ന് പറയും. ഒരട്ടിയോ? അത് ബീഫി ചുരുട്ടി തിന്നുന്നല്ലേ ഒരട്ടി? ഒലട്ടി ആ ഒലട്ടി ഒന്നുമല്ല, ഒലട്ടി 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 ഒലണ്ടി ഏമണ്ടി ചുപ്പാണ്ടി. പക്ഷെ എനിക്കിപ്പോഴേ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം തോന്നുന്നു ഗൈസ്. അതായത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയമ്മ, നല്ല പൊക്കമുള്ളൊരു മലയുടെ മണ്ടയ്ക്ക, നമ്മുടെ ചുറ്റും കോട, തണുപ്പ്, ചെറിയ ചെറിയ മറ്റേ ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുക, അങ്ങനെയൊക്കെ വന്നിരുന്നു. ആ വിഷ്വൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു സൂപ്പർ ആയിരിക്കും അല്ലേ. ചൂടെടുക്കുന്നുണ്ടോ? കാറ്റ് ഇപ്പൊ കാറ്റടിക്കുന്നില്ല. നമ്മള് വന്ന് അതിപ്പോ ഇവിടെ കാറ്റടിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് കാറ്റ് കുറച്ചു നേരം കഴിയുമ്പോ ഇളം കാറ്റിലൊരു അടിയുണ്ട്, അത് മസ്റ്റാണ്. അത് ഈ കൊല ആടുന്നല്ല, ഇതിനകത്ത് ആടാൻ കൊലയില്ല. ഇനി കൊല ഉണ്ടെങ്കിലും അത് ആടത്തില്ല. ഇതിന്റെ കൊല കട്ടിയായിട്ട് ഒരെണ്ണം കട്ടിക്കൊലയാണ്. ശരിയാട്ടോ, ഇത് മറ്റേ പിടിച്ചാൽ പോലും ഈ സാധനം ഊരി വരൂല. അമ്മ ചന്ദ്രൻ കണ്ട? അമ്മ ചന്ദ്രൻ തോണ്ട കണ്ട? ചന്ദ്രനെ കണ്ടോ? അതിന്റെ വിളവിന്റെ ഇടയിൽ കൂടെ നോക്ക് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തോണ്ട ചന്ദ്രൻ കണ്ടോ? ചന്ദ്രൻ പകല് ഈ ചന്ദ്രൻ വന്നല്ലേ, രാത്രി അതിന്ന് വിട്ടില്ലേ. ഞാൻ ഇപ്പൊ ചന്ദ്രനിൽ എത്തിച്ചാ ഈ അച്ഛൻ എല്ലാത്തിനും സ്ലോയാ. നോക്കിയേ, ഞാൻ വേണ്ട അതെല്ലാം പറഞ്ഞ് ആ ചന്ദ്രനിൽ പോയി. അച്ഛൻ ഇപ്പോഴും ഇവിടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കുക. ഓക്കെ ഗൈസ്, സമയം പറ, തൊഴിലില്ലായ്മയെ പറ്റി പറയൂ. ഇനി ഒന്നും പറയില്ല. അച്ഛാ നമുക്കിനി മീൻ പിടിക്കാൻ പോണം. ഇനി ചൂടിടാൻ പോകണമെങ്കിൽ പിന്നെ മീൻ പിടിക്കണമെങ്കിൽ അവിടെ വെച്ച് പൊരിക്കാൻ മറ്റേ ഗ്യാസ് പിടിക്കണം. സത്യത്തിൽ എന്തുകൊണ്ടാണെന്നറിയാം മീൻ കിട്ടാതാ, ഇതുകൊണ്ടാ മീൻ കിട്ടാതാ. അതായത് നമ്മള് മീൻ പിടിക്കാൻ പോകുമ്പോഴേ അടുപ്പില് മുളക് പൊടി ചൂടാക്കാൻ വെക്കും, അതാ കിട്ടാത്ത. ഇനിയിപ്പോ നമ്മള് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം അല്ലേ അമ്മ? ഞങ്ങളൊന്ന് കിടക്കട്ടെ കേട്ടോ, കിടന്നിട്ട് വരാം. ബൈ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ വണ്ടിക്കകത്ത് കിടന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഞാൻ ഫ്രണ്ട് ഇരുന്ന് ഉറങ്ങി. പക്ഷെ ഇങ്ങനെ അടിച്ചടിച്ചെടുത്ത് പെടലി വേന എടുക്കണ്. എങ്ങനെ ഉണ്ടായിരുന്നു എണ്ണപ്പന തോട്ടം? സൂപ്പർ ആയിരുന്നില്ലേ? നല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലം ഹണിമൂൺ ഉച്ചയ്ക്ക് 1 മണിക്ക് പറയാ എന്നെ ഹണിമൂണിന് എന്താ ഇവിടെ കൊണ്ടുവരാ. ഞാൻ നിങ്ങൾ ഹണിമൂൺ പോയിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടില്ലേ ചേച്ചാ? അതെന്തരാന്ന് ഇപ്പഴാ അറിയാവുന്നത്. ഇനി സാധനങ്ങളൊക്കെ എടുത്ത് ഇറക്കണ്ടേ? ഒരു ലോഡ് സാധനം ഇരിപ്പുണ്ട് കേട്ടോ വണ്ടിയില്. ഓക്കെ, വണ്ടി നിറച്ചു സാധനം. നമുക്കൊരു കാര്യം ചെയ്യാ, ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത് പോവാം. ഇതേ സ്ഥിരമായിട്ട് ഇതിനകത്ത് വെച്ചാലേ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എടുക്കണ്ടല്ലോ.
എടുത്തോണ്ട് വെക്കാൻ പക്ഷെ ഇത് പക്ക യൂസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു കന്നാസ് ഇല്ലായിരുന്നെങ്കിൽ പരിപാടി മൊത്തം ഫ്ലോപ്പ് ആയിരുന്നു. കാരണം ഇത്രേ ഉള്ളൂ. ബാലൻസ് കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ, ബാക്കി അത്ര നമ്മൾ എടുത്തായിരുന്നു. കുക്കിങ്ങിനുള്ള സാധനം എല്ലായിടത്തും വണ്ടി ഇട്ടേക്കണം, എന്നിട്ട് ഒറ്റ പോകം പോകണം ട്രിപ്പ്. അത് കിടിലം വൈബായിരിക്കും ഗൈസ്. നമുക്ക് ഫുഡ് കഴിക്കേണ്ട അടുത്ത് വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഈ സ്റ്റൗവും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കാം. അത് അടിപൊളിയായിരിക്കും. മട്ടന്റെ മണം സൂപ്പർ ആയിരുന്നു കേട്ടോ. കുറച്ച് മട്ടൻ ബാക്കിയുണ്ട്, അതുകൂടെ നമുക്ക് രാത്രി എടുത്ത് അടിക്കാം. എന്തായാലും ഗൈസ് നല്ലൊരു വൈബ് ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പോയി കുക്ക് ചെയ്യുന്നില്ല. അത്രേ ഉള്ള ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.